അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. മൂന്നിനും രമ്യയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രുക്കു അങ്ങോട്ടേക്ക് പാർസൽ പൊതിയായിട്ട് വരികയാണ് കേട്ടോ. പിന്നീട് രുക്കു രമ്യയോട് ചോദിക്കുകയാണ്, എന്താ രമ്യ ചേച്ചി ഭക്ഷണം കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് വിശക്കണില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതിനെ എപ്പോഴും വീട്ടിലത്തെ ഭക്ഷണം മാത്രമല്ല കഴിക്കുന്നത്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുറത്തുനിന്നും ഭക്ഷണം വാങ്ങി കഴിക്കണം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ രമ്യ പറയും, അതിന് മൂന്തേട്ടൻ ആശുപത്രി കൊണ്ടുപോകുമ്പോഴൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി തരാറുണ്ടല്ലോ എന്നിങ്ങനെ രമ്യ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കു മനസ്സിൽ വിചാരിക്കണം, ഓ എനിക്ക് എന്തായാലും വിട്ട് തന്നിട്ടുണ്ട്, ഇനി അതിൽ കയറി പിടിക്കാമെന്നിങ്ങനെ പറയണം. ആഹാ, നിങ്ങളിങ്ങനെ ആശുപത്രി പോയിട്ട് ഒരു ഫലമില്ലേ, മരുന്നൊക്കെ കഴിക്കണില്ലേ? ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അവരുടെ പേരും നാളും പറഞ്ഞു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും, അപ്പോൾ ആരാണ് എന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ രമ്യ പറയും, ഈ മൂന്തേട്ടൻ മരുന്നേ കഴിക്കില്ല, മടിയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിന് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ മൂന്നേട്ടനാണോ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്തിനാ പറ്റും, മരുന്നുകളൊക്കെ കഴിക്കണം, ഇത്ര കാലമായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായില്ലല്ലോ, എന്താണ് ആണും പെണ്ണും കെട്ടവനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് മുകുന്ദനിങ്ങനെ ആക്ഷേപിക്കുകയാണ് കേട്ടോ. ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറയുകയാണ്. അതേസമയം മഞ്ജു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മൂന്നനാകെ ദേഷ്യം വരുന്നുണ്ട്. മൂന്നൻ പറയുന്നുണ്ട്, നീ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട എന്നിങ്ങനെ പറയും. ഞാൻ ഇടപെടും, ആണും പെണ്ണും കെട്ടവനാണ് നിങ്ങൾ, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വഴിയില്ലാത്ത, ഒരു സ്ത്രീകളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണ് എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ കൈ ചൂണ്ടിയിട്ടായിരിക്കും കേട്ടോ രുക്കു സംസാരിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ മൂന്നനാകെ ദേഷ്യം വരുന്നുണ്ട്. ആ കൈ പിടിച്ചിട്ട് തിരിക്കുകയാണ്, നീ എൻ്റെ അടുത്ത് ആണുങ്ങളോട് നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നിങ്ങനെ പറയണം. വീണ്ടും വീണ്ടും മൂന്നിനെ കുത്തി ചോദിക്കാനായിട്ട്, ആണും പെണ്ണും കെട്ടവനാണ് നീ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മൂന്നിന് സമനില തെറ്റിയാണ് കേട്ടോ. സമനില തെറ്റിയതും രുക്കുവിനെ അങ്ങനെ അടിക്കുകയാണ് കേട്ടോ. അടിച്ചത് വീണ്ടും പറയുകയാണ് അവൾ, ആണും പെണ്ണും കെട്ടവനാണ്, ഒരു കഴിവില്ലാത്തവനാണ് നീ, ഒരു പെണ്ണുങ്ങളുടെ വിഷമം അറിയില്ല, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിവില്ലാത്തവനാണ് എന്നെല്ലാം പറയണം. അത് കേൾക്കുമ്പോൾ മൂന്നിനെ സമനില തെറ്റിയിട്ട് മൂന്നൻ വീണ്ടും അടിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു അവിടെ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ മഞ്ജു പെട്ടെന്ന് പോവുകയാണ്. രമ്യ പറയുകയാണ്, വേണ്ട മൂന്തേട്ടാ വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂന്തനെ പിടിച്ച് മാറ്റിയാണ് കേട്ടോ. രുക്കു റൂമിൽ പോവുകയാണ്. അതിനുശേഷം രുക്കു അങ്ങനെ ചിരിക്കുകയാണ്, ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. അതിനുശേഷം രുക്കു CAയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ എനിക്കിവിടെ ഗാർഹിക പീഡനമായിട്ടുണ്ട്, എന്നെ അടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം CA അവൾ പോലീസുകാരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. രമ്യ അത് കാണുന്നു മൂന്തനോട് പോയി പറയുകയാണ് കേട്ടോ, മൂന്തേട്ടാ പോലീസുകാർ വന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കും മൂന്തൻ പറയും, അവൾ കേസ് കൊടുത്തിട്ടുണ്ടാകും, വരട്ടെ പോലീസിങ് വരട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുകയാണ് കേട്ടോ, എന്നെ ഇവർ അടിച്ചു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിച്ചു, ഗാർഹിക പീഡനം നടത്തി എന്നെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. രമ്യ പറയും, ഇല്ല മൂന്തേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് രമ്യ അങ്ങനെ കിഞ്ചാണ് കേട്ടോ രുക്കുവിനോട്, നീ എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് പിൻവലിക്കുക എന്ന് പറയണില്ല, ഞാൻ പിൻവലിക്കില്ല. അപ്പോൾ ആ പോലീസുകാരൻ പറയേണ്ട, മേഡം അവിടെ വന്നിട്ട് പെറ്റീഷൻ എഴുതി തരണം എന്ന് പറയണം കേട്ടോ. അതേസമയം രമ്യ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണം, എൻ്റെ മൂന്തേട്ടനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയണം. മഞ്ജു അവിടെ വരികയാണ് കേട്ടോ. ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ രമ്യയല്ല അടിച്ചത്, ഈ ചേട്ടനാണ് അടിച്ചത് എന്ന് രുക്കുവിനെ പറയുകയാണ് കേട്ടോ. അതേസമയം പോലീസ് ജീപ്പിന് മുമ്പിലെല്ലാം പോയി രമ്യ നിൽക്കുകയാണ് കേട്ടോ. SI അച്ചുവിൻ്റെ വീടാണിത്, അച്ചുവിൻ്റെ വീട്ടിലെ ഏട്ടനാണെന്നെല്ലാം പറയണം കേട്ടോ. അതൊന്നും കേൾക്കില്ല. അതിനുശേഷം മൂന്നിനെ കൊണ്ടുപോയത് രമ്യ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് അച്ചുവിനെ വിളിക്കുകയാണ് കേട്ടോ. അച്ചുവിനെ വിളിക്കുമ്പോൾ അച്ചു പറയും, ഞാനും ഇത്തിരി തിരക്കിലാണ് രമ്യേച്ചി, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. ആകെ രമ്യ നിരാശയിലിരിക്കുകയാണ് കേട്ടോ. അതേസമയം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രുക്കു അപേക്ഷ എഴുതി കൊടുക്കുകയാണ് കേട്ടോ, പെറ്റീഷൻ എഴുതി കൊടുക്കുകയാണ്. മൂന്നനാണ് എന്നെ അടിച്ചത്, അതിന് സാക്ഷികളായിട്ട് രമ്യ മഞ്ജു ഉണ്ട് എന്ന് എഴുതുകയാണ് കേട്ടോ. അതേസമയം തന്നെ അച്ചു അങ്ങോട്ടേക്ക് വരികയാണ്. മൂന്നിനെ കണ്ടതും അച്ചു ചോദിക്കും, എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അച്ചു പറയും, വേണ്ട രുക്കു എന്നിങ്ങനെ പറയുമ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് അർച്ചനയും വരും. അർച്ചനയും വന്നിട്ട് രുക്കുവിനോട് പറയും, വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞോളി, ഞാൻ എന്തായാലും കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് തെളിവ് സഹിതം കാണിക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, കംപ്ലീറ്റും അത് കാണിച്ചു കൊടുക്കാതിരിക്കും CAക്ക്, അത് മതിയല്ലോ തെളിവ്. അച്ചുവിന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അച്ചുവിനോട് CA പറയും, ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് കേട്ടോ. അച്ചുവിൻ്റെ പോലീസ് കടമ ചെയ്യണമല്ലോ, ഈ പ്രതി ചാടിപ്പോയാലും സസ്പെൻഷനാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം രുക്കുവിനോട് അച്ചു പറയുന്നുണ്ട്,
ഇതിനെല്ലാം ഞാൻ വരട്ടെ, ഇത് നീയല്ല ചെയ്യുന്നത്, നിൻ്റെ പിന്നിൽ വേറെ കരങ്ങളുണ്ടെന്ന് എനിക്കറിയുമെന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അച്ചു മോദിനിയും കൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ വിജയശങ്കർ ഉണ്ടാകും. ഇവരെ കാത്തു നിൽക്കണ പോലെ തന്നെ വിജയശങ്കറെ കണ്ടതും വിജയശങ്കർ മുകുന്ദനോട് തട്ടിക്കയറുന്നു കേട്ടോ. നീ എൻ്റെ പെങ്ങളെ അടിച്ചൂലേ എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ അച്ചു പറയും, ഇത് കോടതിയാണ്, ഇവിടെ നിന്നിട്ട് വർത്തമാനം പറയാൻ പാടില്ല എന്ന് പറയും. നീ എന്താടാ പറയുന്നത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, അച്ചു നീ ഇവനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പറയും. വിജയശങ്കർ പറയും, ജാമ്യമില്ലാത്ത കുറ്റമാണ്, ഗാർഹിക പീഡനമാണ്, നീ ഒരുപാട് ഇതാവണ്ട. അതേപോലെ തന്നെ നിൻ്റെ അനിയനെ ഇപ്പോൾ നിൻ്റെ അച്ചു അറസ്റ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നിന്നെയും അറസ്റ്റ് ചെയ്യും, അതിനുള്ള വകുപ്പുകളും ഞാൻ ഉണ്ടാക്കിത്തരും, അത് ഉറപ്പായ കാര്യമാണെന്ന് പറയുകയാണ് വിജയശങ്കർ അർച്ചനയെ വെല്ലുവിളിക്കുക.